വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മണിപ്പൂരിലെ കൊലപാതക പരമ്പരകളും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള വയലൻസും കാര്യങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് കുക്കീസ്, ആരാണ് മൈത്തീസ്, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഈ ന്യൂസ് നോക്കാം. ഈ ന്യൂസസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 പേരെ കണ്ടെത്തിയിട്ടുണ്ട്, 6 പേരെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അതിൽ 3 പേരുടെ ഡെഡ് ബോഡീസ് കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇതാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ശരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയണമെങ്കിൽ ആദ്യം ഹിസ്റ്ററി അറിയണം. അതായത് മൈത്തീസ് ആരാണ്, കുക്കീസ് ആരാണെന്ന് അറിയണം. ഇത് രണ്ടും മണിപ്പൂരിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ മൈത്തീസ് എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം ഇന്ത്യയിൽ മുഴുവനായിട്ട് രാജഭരണമായിരുന്നു പണ്ട് കാലത്ത്. ആ രാജഭരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മൈത്തീസ് എന്ന് പറയുന്നത്. ഈ മൈത്തീസ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഹാബിറ്റൻസ് തന്നെയാണ്. പക്ഷെങ്കിൽ നാഗാസിന്റെ അടുത്ത് നിന്ന് ഇവർക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ മൈത്തീസിന് ഒരു പ്രോബ്ലം, അതായത് നാഗാസ് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, നാഗാസിൽ നിന്ന് മൈത്തീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ കിങ് എന്ത് ചെയ്തു, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് കുക്കീസിനെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്തു, അവരെ സ്റ്റേ അവിടെ ആക്കി കൊടുത്തു. അതുപോലെ തന്നെ മൈത്തീസിൽ നിന്ന് വുമൻസിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവരെ അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിച്ചു കുക്കീസിനെ. കാരണം മൈത്തീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുക്കീസിനെ അവിടുത്തെ കിങ് കൊണ്ടുവന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുത്തപ്പോൾ ബ്രിട്ടീഷുകാർക്കും ഈ നാഗാസിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മൂലം കുക്കീസിന്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക്, അതായത് നാഗാസിനെ കൊണ്ട് കുക്കീസിനെ ഉപദ്രവിക്കുകയും ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം മണിപ്പൂരിലുള്ള കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് കുക്കീസ്, മൈത്തീസ്, അതുപോലെ നാഗാസും ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ചില കമ്മ്യൂണിറ്റീസും അവിടെ ഉണ്ട്. എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാഗാസ് അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നാഗാലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്, വേറെ സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം, അതുപോലെ അവർക്ക് സെപ്പറേറ്റ് ഫ്ലാഗ് വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ കുക്കീസ് എന്ത് ചെയ്തു, കുക്കീസിനും ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ് വേണം, കുക്കി ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അവരെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും കണ്ടിട്ടാണ് മൈത്തീസിന്റെ നിലനിൽപ്പിന് അതൊരു അപകടമാകുമെന്ന് വിചാരിച്ചിട്ട് മൈത്തീസ് എന്ത് ചെയ്തു, മൈത്തീസും ഓരോ ആവശ്യങ്ങളുമായിട്ട് ഗവൺമെന്റിനെ സമീപിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, മണിപ്പൂരിന്റെ മൊത്തത്തിലുള്ള ഒരു ചുരുക്കിയിട്ടുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് യഥാർത്ഥത്തിലുള്ള റീസൺസ്, അതായത് കുക്കീസും മൈത്തീസും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ റീസൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ജോഗ്രഫിക്കൽ പ്രോബ്ലംസ് ആണ്. അതായത് ജോഗ്രഫിക്കൽ ആൻഡ് പോപ്പുലേഷൻ പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നത്. അതായത് ഏരിയാസ്, അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് മാപ്പ് നോക്കാം. അവിടെ ഈ ഒരു ഭാഗത്താണ്, അതായത് ഇംഫൽ മൈത്തീസ്, ഈ മൈത്തീസിന്റെ സ്ഥലത്ത് അവിടെയാണ് മൈത്തീസ് താമസിക്കുന്നത്, ഈ ചെറിയൊരു ഭാഗത്ത്. അതായത് സ്റ്റേറ്റിന്റെ 10% ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ മുഴുവൻ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 10%. ഈ ഒരു ഏരിയക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി കുക്കീസ് താമസിക്കുന്നത്, കുക്കി ട്രൈബ്സ് ഇവിടെ ഉണ്ട് ഇങ്ങനെ, അതുപോലെ ഇവിടെ കുറച്ചുണ്ട്, അതുപോലെ കുക്കീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ കുക്കീസിന്റെ ബാക്കിയുള്ള ഏരിയ, അതായത് ഈ 10% കഴിഞ്ഞിട്ടുള്ള 19% മണിപ്പൂരിലെ ഏരിയ എന്ന് പറയുന്നത് ഹില്ലി പ്ലേസ് ആണ്, മലയോര പ്രദേശമാണ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള പ്രോബ്ലം വരുന്നത് ഈ ഒരു 10% ഇതെന്ന് പറയുന്നത് പോപ്പുലേഷൻ, മൈത്തീസിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54%. അതായത് സ്റ്റേറ്റിന്റെ 54% മൈത്തീസ് ആണ് അവിടെ ഉള്ളത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കുക്കീസിന്റെ പോപ്പുലേഷൻ നോക്കിയാൽ 25% ഉള്ളൂ. അതുപോലെ നാഗാസ് ഇവിടെ ഉണ്ട്. നാഗാസിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15%. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് വേറെ കമ്മ്യൂണിറ്റീസ് ആണ്, കുറച്ച് വേറെ അതർ കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ അവരുതാ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, അതായത് ഈ 54% പോപ്പുലേഷൻ താമസിക്കുന്നത് ഈ 10% പ്ലേസിൽ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെതായ പ്രോബ്ലംസും കാര്യങ്ങളും. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ 10% സ്ഥലത്താണ് കൂടുതലായിട്ടുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം അവിടെയാണ് പ്ലെയിൻ ഏരിയ, മറ്റേത് മലയോര പ്രദേശമാണ്. അപ്പം നമുക്ക് കമ്പാരിറ്റീവ്ലി അറിയാം, മലയോര പ്രദേശത്തിനേക്കാളും കൂടുതലായിട്ട് പ്ലെയിൻ ഏരിയയിലാണ് കൂടുതൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ഈ ഒരു ചെറിയൊരു ഭാഗം, അതായത് ഈ 10% ഏരിയയിൽ, അതായത് മൈത്തീസിന്റെ ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് കൂടുതലായിട്ടുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഈ ഒരു പ്രശ്നത്തിൽ, അതായത് ഈ കുക്കീസിന്റെ സ്ഥലത്ത് ഡെവലപ്മെന്റ്സ് നടക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പ്രശ്നമാണ് ഡെവലപ്മെന്റ്സ് പറഞ്ഞു, അൺബാലൻസ് ഡെവലപ്മെന്റ് പറഞ്ഞു. ഇനി പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. പൊളിറ്റിക്കൽ റെപ്രസെന്റേഷന്റെ പ്രശ്നം എന്ന് പറയുന്നത്
അവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലിയിലുള്ള സീറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 60ആണ്. ഈ 60 സീറ്റാണ്. ഈ 60 സീറ്റിൽ 40 സീറ്റും ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത് മൈത്തീസ് ആണ്. ഓക്കെ, ഈ മൈത്തീസിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54%ആണ്. പക്ഷെങ്കിൽ ഇവർ കൺട്രോൾ ചെയ്യുന്ന ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 10% മാത്രമേ ഉള്ളൂ. എന്നാൽ 90% ലാൻഡ്സ് കൺട്രോൾ ചെയ്യുന്ന കുക്കീസിന്റെ സീറ്റ്സ് എന്ന് പറയുന്നത് 20% റെപ്രസെന്റേറ്റീവ്സേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേരിലും അവർ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ CM എന്ന് പറയുന്നത് അവിടുത്തെ ഒരു CM ഉണ്ട്. ആ CM-നെ ഇവർ മൈത്തീസിന് ആ CM തന്നെ വേണമെന്നുണ്ട്. എന്നാൽ കുക്കീസിന് എന്താണ് ആ CM വേണ്ട, വേറൊരു CM മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബിപിൻ സിംഗ് എന്നാണ് ആ CM-ന്റെ പേര്. എന്നാൽ സ്റ്റിൽ ഇപ്പോൾ ബിപിൻ സിംഗ് തന്നെയാണ് അവിടുത്തെ CM ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇതെന്താണ് പ്രശ്നം നിങ്ങൾ വിചാരിക്കും. പക്ഷെങ്കിൽ ഇവിടെ കേരളത്തിലൊക്കെ അത് വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഇപ്പോൾ നമ്മളുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. എന്നാൽ മൂപ്പരെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും ഒക്കെ കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ പറഞ്ഞു തീർക്കുകയും ചെയ്യും. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തല്ലായിരിക്കും, തല്ലും കത്തിയും തോക്കും ഒക്കെ എടുത്തിട്ടുള്ള കളിയായിരിക്കും. ഓക്കെ, ഇത് ഞാൻ അസ്യൂം ചെയ്തിട്ട് പറയുന്നതല്ല, എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറഞ്ഞ വിവരങ്ങളാണ്. ഓക്കെ, ഇനി ഇതാണ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. കാരണം റെപ്രസെന്റേഷൻസ് കുക്കീസിന് ഇല്ല. അപ്പൊ അതൊരു പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇനി പറയാൻ പോകുന്നതാണ്. ഇതല്ല, ഇതിന്റെ അപ്പുറം പറയുന്നത് കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറുള്ള ഓരോ കുറെ കസ്റ്റംസും കുറെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എത്തനിക് ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉള്ളത്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതിൻ്റെതായ കൾച്ചറൽ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അതിന്റെ ഇഷ്യൂസും ഉണ്ട്. കാരണം ഓരോ കമ്മ്യൂണിറ്റീസിന് ഇപ്പം മൈത്തീസിന്റെ കൾച്ചറിലേക്കും കുക്കീസിന്റെ നാഗാസിന്റെ വേറെ മറ്റു കമ്മ്യൂണിറ്റീസ്, അങ്ങനെ ഒരു അതിന്റെ പേരിലും കുറെ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് റിസോഴ്സസിന്റെ കാര്യം നോക്കാം. റിസോഴ്സസിന്റെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് പ്ലെയിൻ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൈത്തീസ് അവിടെ വെൽത്തി ആയിട്ടാണ് നടക്കുന്നതെന്നാണ്, കുറച്ചും കൂടി വെൽത്തി ആയിട്ടുള്ളത് മൈത്തീസ് ആണെന്നാണ് കുക്കീസ് പറയുന്നത്. ഓക്കെ, റിസോഴ്സും കാര്യങ്ങളൊക്കെ അവർക്കാണുള്ളത്, വെൽത്ത്, അതുപോലെ എഡ്യൂക്കേഷൻസും കാര്യങ്ങളും. കാരണം സ്കൂൾസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുക പ്ലെയിൻ ഏരിയയിലാണ്, ഹില്ലി ഏരിയയിൽ കുറവായിരിക്കും. അപ്പം അതെല്ലാം ആക്സസിബിൾ ആകുന്നത് മൈത്തീസിനായിരിക്കും കൂടുതലായിട്ടും ആക്സസിബിൾ ആവുന്നത്. അപ്പം എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പണത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അവരാണ് മുന്നിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് കാര്യം നോക്കിയാൽ സെയിം പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം എംപ്ലോയ്മെന്റിൽ കുക്കീസിന്റെ എംപ്ലോയ്മെന്റ് കിട്ടുന്നത്, അതായത് യൂത്തിന് എംപ്ലോയ്മെന്റ് കിട്ടുന്നത് കുറവാണ്. കാരണം മൈത്തീസിന്റെ അടുത്ത് തന്നെയാണ് ഇതും ഉള്ളത്. കാരണം അത് പ്ലെയിൻ ഏരിയയിലാണ് കൂടുതലായിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുക. ഇനി നമുക്ക് റിസർവേഷൻ നോക്കാം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് റിസോഴ്സിന്റെ കാര്യത്തിൽ, അതായത് അവിടുത്തെ എംപ്ലോയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ്സ് നടക്കുക. ഇത് ഫാബ്രിക്കേറ്റഡ് ഒന്നല്ല, ഒറിജിനൽ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള വെരിഫൈ ചെയ്തിട്ടുള്ള സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം തന്നെയാണ് ഇതും. കാരണം അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം റുപ്യ, അതായത് അവിടെ ഹൈ ലെവൽ ഓഫ് കറപ്ഷൻ നടക്കുന്നുണ്ട്. ആ കറപ്ഷനും ഈ ഒരു കോൺഫ്ലിക്റ്റിന്, ഇവർ തമ്മിലുള്ള മൈത്തീസ് കുക്കീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് അതും ഒരു കാരണമാകുന്നുണ്ട്. കാരണം ബ്രൈബ്സ് അവിടെ കൂടുതലാണ്. ജോലി കിട്ടാൻ വേണ്ടിയിട്ട് 10 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അതിനുശേഷം പ്രൊമോഷന് വേണ്ടിയിട്ടും ഇതേപോലെ പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ്സിന് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം പ്രൊമോഷൻ കിട്ടണമെങ്കിൽ, അതായത് താഴ്ന്ന ജാതിയിലുള്ള ഒരാളാണെങ്കിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ജാതിയല്ല, മീൻസ് കമ്മ്യൂണിറ്റി, താഴ്ന്ന കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അത്ര വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്ത കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇവർക്ക് ബ്രൈബ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടൊക്കെ പ്രൊമോഷൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റിസർവേഷൻ പോവാം. ഇപ്പൊ പറഞ്ഞ കാരണങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് നടക്കുന്നതായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു പ്രശ്നം എസ്കലേറ്റ് ചെയ്തിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് റിസർവേഷൻ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് മൗണ്ടെയിൻസും ഹില്ലി ഏരിയയും അതുപോലെ പ്ലെയിൻ ഏരിയയാണ്. അപ്പൊ പ്ലെയിൻ ഏരിയയിലുള്ള 10% മാത്രമേ പ്ലെയിൻ ഏരിയ ഉള്ളൂ. അത് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത് മൈത്തീസ് ആണ്. എന്നാൽ ഈ റിസർവേഷൻ കാരണം SC റിസർവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, SC അല്ല ST റിസർവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ട്രൈബൽ ആയതുകൊണ്ട് 19% ഏരിയയും ട്രൈബൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൈത്തിക്ക് എന്താണ്, ഈ ട്രൈബൽ ഏരിയാസ്, അതായത് ഈ 19% ആയിട്ടുള്ള ബാക്കിയുള്ള ഏരിയാസ്, സ്റ്റേറ്റിന്റെ 90% സ്ഥലങ്ങളും മൈത്തീസിന് വാങ്ങിക്കാനോ നിൽക്കാനോ പറ്റില്ല, എൻക്രോച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നേരെ തിരിച്ചിട്ട് കുക്കീസിന് എന്ത് ചെയ്യാം, മൈത്തീസിന്റെ ഈ 10% മാത്രമുള്ള പ്ലെയിൻ ഏരിയയിൽ വന്നിട്ട് നിൽക്കാനും സ്ഥലം വാങ്ങിക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. അപ്പൊ ഇതൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെയാണ് ജോലിന്റെ കാര്യത്തിൽ മൈത്തീസ് പറയുന്നത്, നമുക്കിവിടെ
റിസർവേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുക്കീസിന് അവർ ട്രൈബൽ ആയതുകൊണ്ട് അവർക്ക് റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ വെച്ചിട്ട് അവർ സർവീസസിലേക്ക് കയറുന്നുണ്ട്, നമുക്ക് സർവീസസിലേക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്കും റിസർവേഷൻ വേണമെന്ന് സ്റ്റേറ്റിനോട് ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് എന്ത് ചെയ്തു? അത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മണിപ്പൂർ ഹൈക്കോടതി ഇവർക്ക് അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞ കുക്കീസ് എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഈ പ്രൊട്ടസ്റ്റിനെതിരെ മൈത്തീസ് എന്ത് ചെയ്തു? മൈത്തീസും പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം എസ്കലേറ്റ് ചെയ്തിട്ട് 2023 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് അവിടെ വലിയൊരു കമ്മ്യൂണൽ ക്ലാഷസ് ഉണ്ടാവുന്നത്. ആ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പ്രശ്നം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ന്യൂസസിലൊക്കെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2023 വായിച്ച ഒരു ന്യൂസ് തന്നെയാണ്. അതായത് വുമൻസ് പരേഡ്, അതായത് നാക്കഡ് ആക്കിയിട്ട് 2 വുമൻസിനെ പരേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. ഈ 2 വുമൻസ് എന്ന് പറയുന്നത് കൂക്കി വിഭാഗത്തിലുള്ള ആൾക്കാരാണ്, കൂക്കി വിഭാഗത്തിലാണ്. അപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്തു? കൂക്കീസ് റിബലായി, ആകെ പ്രശ്നങ്ങളായി, കമ്മ്യൂണൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുണ്ടായിരുന്നു. ഇത് കാരണമായിട്ട് 240 പേര് മരണപ്പെടുകയും 60,000 പേര് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് താമസം മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം കാരണം. ഓക്കെ, ഈ ഒരു ഇത് കാരണം. ഇനി അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റും എല്ലാവരും കൂടി സംസാരിച്ചിട്ട് തീർപ്പിലാക്കാൻ വേണ്ടി പീസ് ടോക്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഈ പീസ് ടോക്സ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ്. അതിനുശേഷമാണ് കഴിഞ്ഞ ആഴ്ച, ഏകദേശം 1-1.5 ആഴ്ചന്റെ ഇടയിൽ ഒരു പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തിട്ട് കത്തിച്ചിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. അതായത് ബേൺ അലൈവ്, ജീവനോടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കൂക്കി വിഭാഗത്തിലുള്ള, കൂക്കി ജിയോ വിഭാഗത്തിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. കൂക്കീസ് പറയുന്നത് ഈ ഗ്രൂപ്പിൽ മൈത്തീസ് ഇൻവോൾവ് ആണ്, മൈത്തീസ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കൺഫേംഡ് അല്ല, വെരിഫൈഡ് അല്ല, പക്ഷെങ്കിൽ അവർ പറയുന്ന ക്ലൈം ആണ്, അവർ ഇങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം ഇവര് പ്രതികാരം പോലെയാണ് ഈ ഒരു 6 പേരെ തട്ടിക്കൊണ്ടു പോവുകയും അതിൽ 3 പേരുടെ ഡെഡ് ബോഡീസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുടെ ബോഡീസ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ അത് കൺഫേംഡ് അല്ല, അത് വെരിഫൈ ചെയ്തിട്ടില്ല. ഗവൺമെന്റ് സോഴ്സ് ഇതുവരെ ഗവൺമെന്റ് അത് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ബോഡീസ് റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബറാക്ക് റിവറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഉണ്ടായ ഇഷ്യൂ ആണ് ഇത്. ഇനി എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തത്? അതിനുള്ള മെയിൻ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു അവിടെ ഉള്ള ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. നാഗാസ് ഉണ്ട്, മൈത്തീസ്, അതുപോലെ കുക്കീസ് ഉണ്ട്. അവരുടെ കൾച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്, കസ്റ്റംസ് എല്ലാം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു റീസൺ ആണ് ആസ്പ ആക്ട് ഉണ്ട്. അവിടെ ആംഡ് ഫോഴ്സ് അവിടെ എന്താണ് തമ്പടിക്കുന്നുണ്ട്. അവരുടെ ക്രൂവാലിറ്റീസും ടോർച്ചേഴ്സും കാര്യം അതൊക്കെ ഗവൺമെന്റിനെതിരായിട്ട് ഇവർ നിൽക്കാനുള്ള വേറൊരു കാരണമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് ആസ്പനെ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ സെൻട്രൽ ഗവൺമെന്റ് അത് ചെയ്തിട്ടില്ല, കൂടുതൽ ഫോഴ്സിനെ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ പോലീസും ഇതേ സെയിം കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ ഓരോ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? എതിരായിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ കേസസ് എടുക്കുകയും ചെയ്യില്ല, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ആൾക്കാർ, ഈ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഗവൺമെന്റിനെതിരെയും കൂടിയാണ്. കാരണം ഈ ഒരു അതോറിറ്റീസിന്റെ ചെയ്തികൾ കാരണം എല്ലാവരും ഗവൺമെന്റിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറയുന്നത് കാര്യമായിട്ട് എടുക്കുന്നുമില്ല. ഇതൊക്കെയാണ് അവിടെ മൊത്തത്തിൽ അവിടുത്തെ ഒരു പീസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ റീസൺസ്. എന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നോളജിൽ നിന്നും കുറച്ച് നന്നായിട്ട് തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.